നമസ്കാരം. അധികാരത്തിൽ വന്നപ്പോഴെടുത്ത രാഷ്ട്രീയ തീരുമാനങ്ങളിൽ ഒന്നാണ് വടകരയിലെ സ്ക്രീൻഷോട്ട്സ് വിവാദം. ഈ വിവാദം അന്വേഷിക്കാൻ പ്രത്യേക പോലീസ് സംഘത്തെയാണ് ഇപ്പോൾ നിയോഗിച്ചത്. വടകര ലോക്സഭാ സീറ്റിൽ കെ ശൈലജയെ വിജയിപ്പിക്കാൻ CPM വ്യാജമായി സൃഷ്ടിച്ചതാണ് സ്ക്രീൻഷോട്ട് വിവാദം എന്നാണ് ആരോപണം. പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞ് അന്വേഷണം അവസാനിപ്പിച്ച കേസാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. പ്രതികളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് പാറക്കൽ അബ്ദുള്ള MLA ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴുള്ള പുനരന്വേഷണം. 2024 വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഒപ്പം വിവാദവും കത്തിയത്. തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേന്ന് വടകരയിലെ LDF സ്ഥാനാർത്ഥി കെ ശൈലജയ്ക്കെതിരെ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചുവെന്നാണ് ആരോപണം. ശൈലജയെ കാഫിർ എന്ന് വിശേഷിപ്പിച്ച് ലീഗ് പോസ്റ്റ് നിർമ്മിച്ച് പ്രചരിപ്പിച്ചുവെന്നാണ് പരാതി. ഷാഫി 5 നേരവും നിസ്കരിക്കുന്ന ദീനിയായ ചെറുപ്പക്കാരനാണ്. മറ്റേതോ കാഫിറായ സ്ത്രീ. ഈ ആധുനിക ലോകത്തിലും ഇങ്ങനെ പച്ച വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കാൻ നാണമില്ലേ മുസ്ലിം ലീഗുകാരാ, കോൺഗ്രസുകാരാ? ഈ തെമ്മാടിക്കൂട്ടം നാടിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നായിരുന്നു പോസ്റ്റ്. ഈ പോസ്റ്റ് നിമിഷങ്ങൾക്കകം ഡിലീറ്റ് ചെയ്തിരുന്നുവെങ്കിലും സ്ക്രീൻഷോട്ട്സ് വ്യാപകമായി തന്നെ പ്രചരിപ്പിക്കപ്പെട്ടു. LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പരാതിയിൽ MSF നേതാവ് മുഹമ്മദ് കാസിമിന്റെ പേരിലാണ് പോലീസ് അന്ന് കേസെടുത്തത്. എന്നാൽ ഇതിന് തെളിവില്ലെന്ന് ഹൈക്കോടതി കണ്ടെത്തി. എന്നാൽ പ്രതി ആരെന്ന് വ്യക്തമാകാത്തതിനാൽ കാസിമിന്റെ ഫോൺ പോലീസ് തിരിച്ചു കൊടുത്തിട്ടുമില്ല. ഇടത് സൈബർ ഗ്രൂപ്പായ അമ്പാടിമുക്ക് സഖാക്കൾ പേജിന്റെ അഡ്മിൻ മനീഷ്, പോരാളി ഷാജി അഡ്മിൻ വഹാബ്, റെഡ് എൻകൗണ്ടർ ഗ്രൂപ്പിൽ ഇത് പോസ്റ്റ് ചെയ്ത DYFI നേതാവ് റിബേഷ് എന്നിവർ സന്ദേശം പ്രചരിപ്പിച്ചുവെന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഇവരുടെയൊന്നും പേരിൽ കേസെടുത്തിട്ടുമില്ല. അന്വേഷണം അവസാനിപ്പിക്കുന്നതായി വടകര ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഏപ്രിലിലാണ് അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകിയത്. ഫോറൻസിക് റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് വീണ്ടും കോടതിയിൽ അപേക്ഷ നൽകി പുനരന്വേഷണം നടത്തുമെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ കാര്യത്തിൽ ഒരു പുനരന്വേഷണം നടന്നില്ല. ഇപ്പോൾ പാറക്കൽ അബ്ദുള്ള MLAയുടെ പരാതിയിൽ വീണ്ടും പ്രത്യേക അന്വേഷണ സംഘത്തെ ആഭ്യന്തര വകുപ്പ് നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് റൂറൽ SP കേസിന്റെ മേൽനോട്ടം വഹിക്കും. ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP TP മനോഹരനാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. വടകര പോലീസ് സ്റ്റേഷനിലെ SHO ഉൾപ്പെടെ 7 പേർ കൂടി പ്രത്യേക അന്വേഷണ സംഘത്തിലുണ്ട്. കേസിൽ പുനരന്വേഷണം വരുന്നത് CPMന് വലിയ തലവേദനയാകും. അന്വേഷണം പാർട്ടി എങ്ങനെ നേരിടും എന്നാണ് ഇപ്പോൾ ഉറ്റുനോക്കപ്പെടുന്നത്.